വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. ആ എനിക്കറിയില്ല, ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വരും, ഞാൻ ചാനൽ കണ്ടിട്ടില്ല. എന്താ ആരാ ഭൂതം കുറത്തിന്ന് പുറത്ത് ചാടി? ഇത് മറ്റവനാണ് അൽഫി. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ചേട്ടൻ എടുക്കാൻ വേണ്ടി വന്നതാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരാൻ വന്നതാണ്. ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? അത് പിന്നെ പറയാം. നിങ്ങൾക്ക് എന്താ മനസമാധാനം ഇല്ലാത്തത്? ഇല്ലേ? ആ കൊണ്ടുപോയിട്ടുണ്ടാവായിരിക്കാം. എന്തേ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം ഭൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. എനിക്കറിയില്ല, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാറില്ല. നിങ്ങൾക്കറിയായിരുന്നോ? ആരാ പറഞ്ഞത്? മിടുക്കൻ. ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. ചേട്ടനെ കൊണ്ടുപോയൊന്നും എനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയോ? എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ കണക്കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. അത് ഇവിടെയല്ല, പാലക്കാടാ, മനോമിത്ര. അവിടെ അന്വേഷിച്ച് അറിയാൻ പറ്റും. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കണം. നിങ്ങളാരും പോയിട്ടില്ലേ ഡി അഡിക്ഷൻ സെന്ററിൽ? എടോ, ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ. മാർത്താണ്ഡ ഡീസൽ അടിച്ചില്ലേ? ഡീസൽ അടിച്ചു. എന്നെ ഡി അഡിക്ഷൻ സെന്ററിലല്ല ഉണ്ടാക്കിയത്, ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. എന്റെ പൊന്നിക്കേല് പെണങ്ങാതൊന്ന് വിശദമായിട്ട് പറയണ്ടേ? ഞാൻ പറയാം. സജീറുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നോ? ഏത് സജീറാണ്? നേരത്തെ പോലീസ് പറയുന്നത് ഈ കൊച്ചിയിലൊരു ലഹരി ഇടപാട് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സജീറുമായിട്ട് ഷൈൻ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാമായിരുന്നോ? എനിക്ക് ഏത് സജീറാണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്ത് പോലീസിന്റെ വലയിൽ ചാടണോ? ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈന്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ ചോദിച്ചിട്ട് തരാറില്ല. എന്തോ ഒന്നുമില്ല. അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യം ഇവിടെ തീർക്കുക. ഏത് ലഹരിയാണ്? ഏത് ലഹരിയാണ് പ്രശ്നം? അത് ശരി, അപ്പൊ ബാധ ശരിക്കും ഒഴിഞ്ഞിട്ടില്ല. മാർത്താണ്ട, ആ തിരുമംഗലത്തെ വിളിക്ക്, 2 ചൂരൽ കഷായം കൊടുക്ക. ഏത് നിങ്ങൾ ലഹരി കഴിക്കാറുണ്ടോ? ഒറ്റ ലഹരി? കള്ളടിക്കാറില്ല? സിഗരറ്റ് വലിക്കാറില്ല? ചേട്ടനോ? ഒന്നുമില്ല. ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല? ചേട്ടൻ കള്ളടിക്കാറുണ്ടോ? ഇല്ല. അതല്ല ചോദിച്ചാ ലഹരിയാണോ എന്ന് ചോദിച്ചാ ഞാനത്. കള്ളടിച്ച് ഓടാറില്ല. ഇവര് പട്ട നിങ്ങളെന്താണ് നിങ്ങൾ ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം ചോദിച്ചത്? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. എന്തായി? എല്ലാം നോർമലായി മാഷെ. നോർമലായോ? അല്ലേ? ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ന്യൂസ് കാണുന്ന ആളല്ല ഇപ്പോഴും റെഗുലർ ആയിട്ട്. ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും, ന്യൂസ് അധികം കാണാറില്ല ഇപ്പോ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ല ഇപ്പോ. എന്നാ ഞങ്ങളങ്ങോട്ട് കേബിൾ ടി വി കട്ട് ചെയ്തു. അപ്പൻ സാമ്പത്തിക ഞെരുക്കം കാരണം കട്ട് ചെയ്തു. അപ്പൊ ഞാൻ ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെയാണ്, ഇറങ്ങി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത്? ഓടണം നല്ലതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അല്ലേ? എനിക്കെല്ലാമായി തൃപ്തിയായി. ഓടാ.